ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ ടങ്കീസൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബോ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ഞാൻ ചെയ്ത് തീർത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കും കൂടെ കിടക്കാം. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഞാൻ എങ്ങനെയാണ് കോർത്തെന്ന് ആദ്യം തന്നെ കാണിക്കാം. അത് കഴിഞ്ഞ് ബാക്കി സൈഡ് ഞാൻ എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ 6mm 4mm ബീഡ്സാണ് എടുത്തത്. ഇതിൽ ഞാനൊരു നൂല് വെച്ച് ഇതേപോലെ 6mm കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതല്ല എങ്കിൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്ത, ഫിഷിംഗ് വയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ നൂലും യൂസ് ചെയ്യാം മാല കോർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 6mm ബീഡ്സ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം നടുക്ക് 6mm ബീഡ്സ് കിടക്കുന്നു റൗണ്ട്. ഞാൻ കയറ് ഒരു എൻഡ് ടു ഒരു എൻഡാണ് എടുത്തേക്കുന്നത്, അല്ലാതെ 2 കയറല്ല. ഇതേപോലെ 2 സൈഡിലും 4mm കൂടെ കോർക്കുക. അത് കഴിഞ്ഞ് ഒരു 6mm ഇടാം. അപ്പോൾ ആ 6mm ഇടുമ്പോൾ തന്നെ നമ്മൾ ഒരു സൈഡിൽ ഒരു എൻഡ് പിടിച്ചിട്ടുണ്ട്, അതേപോലെ ഇപ്പുറത്തെ കൈ കൊണ്ട് ഒരു എൻഡും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നൂല് ഇപ്പുറത്തൂടെ എടുക്കുകയാണെങ്കിൽ ഒരു നൂല് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുമാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ കോർത്ത് കൊടുക്കുക നമുക്ക്. എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ 6mm ബീഡ് 2 നൂലിൻ്റെ ഇടയിലായിരിക്കും കിടക്കുന്നത് ഇതേപോലെ. അത് കഴിഞ്ഞ് 2 4mm 2 സൈഡിലും കോർത്ത് കൊടുക്കുക. നടുക്കൂടെ 6mm പിന്നെയും എടുക്കുക. അങ്ങനെ ഫുള്ള് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഒരു ഹെയർ ബോയ്ക്കുള്ള ഒരു ഭാഗം നോക്കി നമ്മൾ ചെയ്തിട്ട് ഇതേപോലെ ഞാൻ തുന്നി കൊടുത്തു. ജസ്റ്റ് 2 സൈഡ് മാത്രം തുന്നിയാലും മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ടങ്കീസിൻ്റെ എലാസ്റ്റിക് അല്ലാത്ത മോഡലാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് നടുക്ക് ഇങ്ങനെ നൂല് വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. കംപ്ലീറ്റ്ലി ചുറ്റുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ചുറ്റുമ്പോൾ ഒരേ ഡിസൈനിൽ വരുന്ന പോലെ ചുറ്റുക, വൃത്തിക്ക് ഷേപ്പിൽ വരുന്ന പോലെ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ഒരു സൈഡ് ചുറ്റണം. കാരണം നമ്മൾ ഓൾറെഡി നൂല് ലോക്ക് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ടാണ്. അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും വലിയ പ്രഷർ കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ നൂല് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇല്ല കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് പിന്നീട് ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിക്കാവേ. അപ്പോൾ ഇതേപോലെ ഡിസൈൻ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടി ഒരേ വശത്തേക്കാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. കയറി ഇറങ്ങി ഒന്നും ചുറ്റാതെ ആ ഒരു ലൈനിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതേപോലെ അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ക്ലിയർ ആയിട്ട് അവിടെ ഇരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കി ഹെയർ ബോയ്സിലൊക്കെ ചുറ്റി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചുറ്റിയെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ ക്രോസിൽ ഇങ്ങനെയാണ് ചുറ്റുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വൈറ്റ് നടുക്ക് 6mm വരുന്ന പോലെ ക്രോസിൽ ഇതേപോലെ ചുറ്റി കംപ്ലീറ്റ്ലി നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും തുന്നേണ്ട ആവശ്യം വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല ടൈറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഹെയർ ബോയിലേക്ക് അറ്റാച്ച് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് നമുക്ക് 3 മീറ്ററോളം ടങ്കീസ് വേണം. അപ്പം ഞാൻ ആദ്യം തന്നെ 1 മീറ്റർ ആയിരുന്നു എടുത്തത്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ 3 മീറ്റർ ഒരേ കളർ തന്നെ മേടിക്കുമ്പോൾ ജസ്റ്റ് പറയണം ഇങ്ങനെ ചെയ്യാനാണ്. അല്ല എങ്കിലും ജസ്റ്റ് നമ്മൾക്ക് അറിയാണ് സെയിം കളേഴ്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. ഇതേപോലെ ഒരു നൂല് പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുക. നല്ല ഉറപ്പുള്ളത് വേണം. ഫിഷിംഗ് ത്രെഡ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. നമുക്ക് ചുറ്റി കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം, കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ നൂല് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടതായതുകൊണ്ട്. റൗണ്ട് യു ടൈപ്പിലാണ് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നൂല് കോർത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ടൈറ്റിൽ നമ്മൾ ചുരുട്ടാൻ പാടില്ല. ഇത് ടൈ ചെയ്യുമ്പോൾ നമുക്കത് വലിച്ചാൽ പോരത്തില്ല. അപ്പം നല്ല ടൈറ്റായിട്ട് നമ്മൾ മുറുക്കി വലിയ ഇതിലല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലെ നൂല് ഫുള്ളി കോർത്തെടുക്കണേ. അതല്ല പകുതിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് വള്ളി നന്നായിട്ട് പിടിച്ചിട്ട് വലിക്കണം. അതല്ല ഒരു സൈഡ് വിട്ടുപോയാൽ ഫുള്ളി പോരും, നമുക്ക് പിന്നെയും ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട് വലിക്കാൻ. വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. കൈ മുറിയാതെ വേണമെങ്കിൽ ഒരു തുണി കഷ്ണം കൂടെ കയ്യിൽ ചുറ്റിയിട്ട് വേണമെങ്കിൽ വലിക്കുക. അതല്ല എങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതേപോലെ ക്രോസിലും കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം. 1 വേ വേണമെങ്കിൽ 1 വേ ഡിസൈനും ആവും. അതെല്ലാം 2 സൈഡ് വേണമെങ്കിൽ 2 സൈഡിലും നമുക്ക് ഡിസൈൻ ആവും.
ഇതേപോലെ നമുക്ക് പല കളേഴ്സിൽ ചെയ്യാൻ പറ്റും, റെഡ് വൈറ്റിൽ അല്ലെ ഗ്രീന് അങ്ങനെ. അപ്പോൾ നമ്മുടെ കയ്യിൽ കളേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾ DM ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞാൻ എത്തി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ടങ്കീസ് കെട്ടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെയും ഇതേപോലെ ചുറ്റി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ എൻഡിൽ വന്നപ്പോൾ ഒരു കെട്ടിടുകയാണ് ചെയ്തത്. അതല്ല എങ്കിൽ നമുക്ക് ഈ സൈഡിലും ഇതേപോലെ ചെയ്യാമായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കാം, നൂലൊന്നും പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് വേണം. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പിന്നെ പൊട്ടിപ്പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ തന്നെ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ലൈറ്റർ ഉപയോഗിക്കുമ്പോൾ. ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഉരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി, മേത്തൊന്നും കൊള്ളാതെ. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണെങ്കിൽ ഒരിക്കലും പോവത്തുമില്ല, പെട്ടെന്നൊന്നും ഇതായി പോവുമോ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കുകയും ചെയ്തോളൂ. പിള്ളേരുടെ സേഫ്റ്റിക്കും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.